ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ 30 ഡേയ്സ് ചലഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല, എന്നാലും പറ്റുന്നതൊക്കെ ചെയ്ത് നോക്കാം അല്ലേ. എന്നത്തെയും പോലെ ഇന്നും രാവിലെ ജിമ്മിലെത്തി. എന്നത്തെയും പോലെ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ജിമ്മിൽ വരാൻ പറ്റാറില്ല, ഓരോരോ കാര്യങ്ങളായിട്ട്. പിന്നെ ചില ദിവസങ്ങളിൽ ഭയങ്കര മടിയായിരിക്കും. ഗൈസ് അമ്മതേ ഇൻവെർട്ടർ ക്ലീൻ ആക്കുവാണ് ഗൈസ്. ഇവിടുന്ന് എടുത്ത വേസ്റ്റ് ആണ് ഗൈസ്. നോക്കി, ഇത്രയും വേസ്റ്റ് ഉണ്ട് അല്ലേ അമ്മ? നമ്മളിവിടെ വന്ന് ക്ലീൻ ആക്കിയിട്ട് ഇത്തിരി കുറച്ച് നാളായി ഗൈസ്, അതുകൊണ്ടാണ് ഇത്രയും പൊടി. ഉത്സവം വരുമല്ലേ, അടിയിലോട്ടൊന്ന് കേട് വൃത്തിയാക്കുന്ന ഞാൻ പാട്. ഓടിനകത്ത് പൊടി വീഴല്ലേ ഗൈസ്. അപ്പോൾ നമ്മുടെ രാവിലെ ജിമ്മിൽ പോയിട്ട് വന്നു, ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളത് ക്ലീനിങ് ആണ്. ഇനി നമ്മൾ ചോറ് കഴിക്കാൻ പോവാണ് ഗൈസ്. ഇതെല്ലാം ചെയ്തിട്ട് ഒതുക്കിയിട്ട് അത്രയും വൃത്തിയായില്ലേ? ഇത്രയും വൃത്തിയായി. ഇനി ബാറ്ററി നമ്മൾ ഇങ്ങോട്ട് കുറച്ച് പിടിച്ചോ. അനങ്ങുന്നില്ലാതെ വേറെ ആരെങ്കിലും വിളിച്ച് ഗൈസ്. നമ്മൾ അടുത്ത് വൃത്തിയാക്കാൻ പോണത് ഇവിടെയാണ് ഗൈസ്. വിളക്ക് കത്തിക്കുന്നതിന്റെ പുറമാ കിടക്കുന്ന നോക്ക്. ഇനി ഇതിനകത്തുനിന്ന് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ടേ ബാക്കി എല്ലാം മാറ്റണം. അത് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മളിത് ഇത് വേണം ഗൈസ്, മണി അടിക്കാനൊക്കെ. അല്ല, അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. അത് ഇങ്ങോട്ട് മാറ്റി വെക്കേ. ഇത് വിളക്കത്തിരി, ചന്ദനത്തിരി, എണ്ണ, അത്രയും ഇത് ആവശ്യമുണ്ടാവുമോ? പിന്നെ അത് തിരിയാണ്. കൊട്ടയ്ക്കകത്തോട്ട് തീപ്പെട്ടി എല്ലാം അതിൽ വെച്ചിട്ടെ. അല്ല മക്കളെ, ആ കൊട്ടയ്ക്കകത്ത് വെക്കേ തീപ്പെട്ടി. എന്നിട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ട് ആ തുണി കഴുകാനെടുക്കണം. അത് കളഞ്ഞിട്ടിട്ടേ. അതെല്ലാം വലയടിച്ച് ഇവിടെയൊക്കെ എത്ര വലയടിച്ച്. ഇനി മുകളിലോട്ടെല്ലാം വൃത്തിയാക്കാൻ കയറണം. ചൂട്, ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ലാത്ത ചൂട് കേട്ടോ. എൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഞാൻ മാവേലി ആയപ്പോൾ വെച്ചതാണ്. പക്ഷേ മാവേലിൻ്റെ ഇതിലല്ല, ഇത് കൃഷ്ണൻ്റെ ആയിരുന്നു. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ ഇതൊക്കെ വേണം ഗൈസ്, അത് മാറ്റി വെച്ചേരാ. പക്ഷെ അതിന്റെ പുറത്തുനിന്ന് എല്ലാം എടുത്ത് മാറ്റ്. എല്ലാം മാറ്റിയിട്ട് ആ തുണി കഴുകാനെടുക്കണം. അത് വിളക്കെത്തിക്കുന്ന അവിടെ വെച്ചേരാ, വാൽക്കണ്ണാടിയുടെ. ഓക്കെ, നമ്മള് ബെഞ്ചൊക്കെ അങ്ങോട്ട് പിടിച്ചിട്ടിട്ടുണ്ട്. അമ്മ ഇവിടെ എല്ലാം തൂക്കുവാണ്. ഈ ബുക്കൊക്കെ നമ്മൾ ഇനി ആക്രിക്കാണ് ഗൈസ് കൊടുക്കാൻ പോണത്. ഇതിൽ നല്ല നല്ല ബുക്കൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ എടുത്തിട്ട് ഈ പേജൊക്കെ തീർന്നത്, എഴുതി തീർന്നതെല്ലാം നമ്മൾ കൊടുക്കുകയാണ്. ജനലിന് മൊത്തം വലയടിച്ചിട്ട് റോഡ് സൈഡ് ആയതുകൊണ്ടാണ് ഇത്രയും പൊടി അടിച്ച് കയറുന്നത്. മൊത്തം വലയടിച്ചിട്ട് തുടച്ചങ്ങിട്ട പിന്നെ ഒരു മാസത്തേക്ക് നല്ല വൃത്തിയായിട്ടിരിക്കും. അത് താഴോട്ട് വേണ്ട. പൊടി ഏതാണ്ട് കണ്ടില്ലേ, വണ്ടി വന്ന് റോഡ് സൈഡ് ആകുമ്പം അതിൻ്റെ കൂടെ റോഡിന്റെ പണി നടക്കുമല്ലേ. പണി തുടങ്ങിയിട്ട് 2-3 മാസം ആ മുകളിലും വല ഉണ്ടോക്കളെ, അവിടെ സൈഡിൽ വല അടിച്ചിട്ട് ഇനി ബക്കറ്റിൽ വെള്ളം എടുത്തോണ്ട് വന്ന് ജനലങ്ങ് തുടച്ച് അടച്ചിട്ടാ പിന്നെ ഇനി 1 മാസം കഴിഞ്ഞ് വൃത്തിയാക്കിയാൽ മതി. അയ്യോ, ഇപ്പോഴാ ഓണായത്, സോറി. എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം. അങ്ങനെ പൊടിയാണ് ഗൈസ്, എത്ര അടിച്ചിട്ട് ഇത് പോണില്ല. അല്ല, അതിന് തുടയ്ക്കണം. പൊടിയാണ് നമ്മളെ പുറത്തൊന്നും അടിക്കുന്നത് ഗൈസ്. ഇവിടെയൊക്കെ ഭയങ്കര പൊടിയാണ്, എന്നാലും പുറത്തൊന്നും അടിക്കുന്നത്. ഇവിടെയൊക്കെ വലയിരിക്കുന്നത് കാണാൻ.
ഗൈസ് അമ്മത് തറയിരുന്നെല്ലാം പറക്കെടുക്കുവാണ് ആവശ്യമുള്ളത്. നിങ്ങൾ പൊടി നോക്കി ഗൈസ്, ഇതാണ് ഗൈസ് പൊടി. അപ്പം ഇതിന്ന് ആവശ്യമുള്ളത് നമ്മൾ ബ്രഷ് ഇതെന്താ സംഭവം? ഇത് മറ്റേ ഇതിൻ്റെ ഗൈസ്. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? ഇത് മറ്റേ ഒരു സംഭവം ഉണ്ട് ഗൈസ്, മണം, നല്ലൊരു മണം വരുന്ന, അത് കത്തിച്ച് ഇതിൽ വെക്കുന്നതാണ്. അപ്പോൾ ഇതിരിക്കട്ടെ ഗൈസ്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം മിട്ടു അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് പ്രസാദമൊക്കെ കൊണ്ടുവന്നു. പായസം എന്തെങ്കിലും പായസം കൊണ്ടുവന്നു. അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് കുറച്ച് പായസം കഴിക്കാം. അത് കഴിക്കാം. ഓക്കെ, ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ, ബൈ.